ഹായ്, വെൽക്കം ടു കിച്ചൺ ആൻഡ് ഡ്രൈവ്. ഇന്ന് ഞാനൊരു ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മത്തൻ വെച്ചിട്ടാണ് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്നത്. മത്തനൊക്കെ ആഡ് ചെയ്തിട്ടാണ് ചപ്പാത്തി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ മത്തൻ എത്ര വേണ്ടെച്ചെങ്കിൽ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് കഷ്ണങ്ങളാക്കിയിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഞാൻ ഇതേപോലത്തെ ഒരു കഷ്ണം തന്നെയാണ് എടുത്തേക്കുന്നത്. അത് തൊലിയൊക്കെ ചെത്തി കഷ്ണങ്ങളാക്കി നമ്മൾ കുക്കറിൽ ഇട്ട് കൊടുക്കാം. നല്ലോണം വേവിക്കണം അത്. എന്നിട്ട് നമുക്കത് ഉടച്ചെടുക്കണം. അപ്പോൾ പാകത്തിനുള്ള വെള്ളം നമുക്ക് ചേർക്കാം. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുക്കർ അടച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. മത്തൻ വേവിച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഉടച്ചെടുക്കാം. അതിലത്തെ വെള്ളം ഉണ്ടെങ്കിൽ ആ വെള്ളം ഒന്ന് കളഞ്ഞിട്ട് എടുക്കണം. എന്നിട്ട് അത് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കാം. നമ്മളതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് എരിവിന് ആവശ്യത്തിനുള്ള ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 1/4 ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണ് ചെറിയ ജീരകം പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 2-3 പച്ചമുളക് അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നല്ലോണം അരച്ചെടുത്തതും കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നല്ലോണം ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ഉപ്പ് ചേർത്തിട്ടാണ് മത്തൻ വേവിച്ചത്. ഇനി കുറച്ചുകൂടി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതായത് നമ്മൾ പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മളിതൊന്ന് നന്നായി മിക്സ് ചെയ്യാം. ഇനി നമ്മളതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഗോതമ്പ് പൊടി, ഞാൻ ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത്. 1 കപ്പ് ഗോതമ്പ് പൊടി, നമുക്ക് ആവശ്യത്തിനുള്ള ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്താൽ മതി. ഇനി അത് ഇതിൻ്റെ മത്തൻ വേവിച്ച ആ നനവിൽ തന്നെ ചിലപ്പോൾ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും. പോരാത്തതിന് നമുക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കുഴച്ചെടുക്കാം. കുറച്ചും കൂടി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളതൊന്ന് സ്പൂണ് മാറ്റി കൈ കൊണ്ടൊന്ന് കുഴച്ചെടുത്ത് നോക്കാം. വെള്ളം വേണമെന്നെങ്കിൽ മാത്രം ചേർത്താൽ മതി, ചിലപ്പോൾ വേണ്ടി വരില്ല. ഇനിയിപ്പോൾ ഇതിൽ വെള്ളം കുറച്ചധികമാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് സ്മൂത്തായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൽ കുറച്ചൊന്ന് ഓയിൽ ആഡ് ചെയ്യാം. നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇനി നമുക്കിത് നല്ല സോഫ്റ്റായിട്ടുള്ള മാവാണ്. ഇനി നമുക്കത് വേഗം പരത്തിയിട്ട് ചുട്ടെടുക്കാം. ഒന്ന് ചെറിയ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. പതുക്കെ അധികം പ്രസ് ചെയ്യാതെ പരത്തിയെടുത്താൽ മതി. ഈ വലിപ്പത്തിൽ നമുക്ക് എല്ലാം പരത്തിയെടുക്കാം. അങ്ങനെ ഓരോ ഉരുളകളും നമുക്ക് പരത്തിയെടുക്കാം. എല്ലാം അങ്ങനെ പരത്തിയെടുക്കാം നമുക്ക്. ചപ്പാത്തി നമ്മൾ പരത്തിയെടുത്തു. ഇനി നമുക്കിത് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. ചൂടായ തവയിലേക്ക് നമുക്ക് ചപ്പാത്തി ഇട്ട് കൊടുക്കാം. വളരെ സോഫ്റ്റായ കാരണം വളരെ ശ്രദ്ധിച്ചിട്ട് വേണം മറിച്ചിട്ട് കൊടുക്കാനൊക്കെ. നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം.
അതിൻ്റെ മീതെ നമുക്ക് നെയ്യോ ഓയിലോ എന്ത് വേണമെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ ഇതേപോലെ ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കണ മാതിരി തന്നെ നമുക്കതിങ്ങനെ ചുട്ടെടുക്കാം. ഇതുപോലെ എന്തെങ്കിലും 2 ഭാഗത്തും നെയ്യോ ഓയിലോ നമുക്ക് പുരട്ടി കൊടുക്കാം. ഇങ്ങനെ അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് കിട്ടും. നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ഇടയ്ക്കൊക്കെ ചപ്പാത്തി ഇങ്ങനെ ഓരോന്നും ചേർത്തിട്ട്, ഇപ്പം മത്തങ്ങയൊന്നും എല്ലാവർക്കും ഒന്നും, ഇപ്പം നമുക്ക് വലിയ ആൾക്കാർക്ക് വരെ മത്തങ്ങയൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ നമ്മൾ മത്തനൊക്കെ ഇങ്ങനെ ഉൾപ്പെടുത്തി ഗോതമ്പ് പൊടിയിലൊക്കെ ഉൾപ്പെടുത്തി കഴിച്ചാൽ നമുക്ക് നല്ലതുമാണ്, നമുക്ക് ടേസ്റ്റുമാണ്. എന്തെങ്കിലും കറികൾ, എന്ത് കറിയാണെങ്കിലും കൂട്ടിയിട്ട് നമുക്ക് കഴിക്കാം. ഇനിയിപ്പോൾ ചമ്മന്തി കൂട്ടിയിട്ട് കഴിക്കാം. അങ്ങനെ നമുക്ക് എല്ലാ ചപ്പാത്തിയും നമുക്ക് ഇതേപോലെ ഇങ്ങനെ ചുട്ടെടുക്കാം. അങ്ങനെ എല്ലാ ചപ്പാത്തിയും നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ കൂടെ കഴിക്കാൻ ഞാൻ ഉണ്ടാക്കുന്നത് ഒരു സാലഡാണ്. നമ്മൾ സാലഡ് ഉണ്ടാക്കുന്നത് ഒരു ഒനിയൻ സാലഡാണ്. ഒരു സവാള ഇതേപോലെ സ്ലൈസായിട്ട് അരിഞ്ഞെടുക്കുക. എത്രയും തിന്നായിട്ട് അരിഞ്ഞെടുക്കാൻ പറ്റുന്നോ അത്രയും തിന്നായിട്ട് അരിഞ്ഞെടുക്കുക. എന്നിട്ട് അതൊന്ന് കൈ കൊണ്ടൊന്ന് ഇങ്ങനെ വിടർത്തിയിട്ട് കൊടുക്കുക. ഇങ്ങനെ ഓരോ അതിൽ നിന്നൊക്കെ ഓരോ ഇതളായിട്ട് ഇങ്ങനെ വരേണ്ട രൂപത്തിൽ ഇങ്ങനെ വിടർത്തിയിട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ഉപ്പിട്ടതിന് ശേഷം ഒന്നും കൂടി നന്നായിട്ട് കുഴച്ചെടുക്കുക. കൈ കൊണ്ട് തന്നെ കുഴച്ചെടുക്കണം. അതൊന്ന് നല്ലോണം സോഫ്റ്റ് ആവുന്നത് വരെ നമുക്ക് കുഴച്ചെടുക്കാം. ഇങ്ങനെ കുഴയ്ക്കുമ്പോൾ ഉപ്പ് ചേർത്ത് കുഴച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആവും. പിന്നെ അപ്പം അതിൽ നിന്നൊരു വെള്ളവും വരും. നല്ലോണം ഇങ്ങനെ കുഴച്ചെടുക്കാം. അതാ പറയുന്നത്, അതിന് നന്നായി സ്ലൈസായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കണം. നല്ലോണം സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മളതിലേക്ക് ഒരു കളറിന് വേണ്ടി മാത്രം കുറച്ച് കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാം. കളറിന് വേണ്ടി മാത്രമാണ്. എന്താ വെച്ചാൽ നമ്മളെ ചപ്പാത്തി എരിവുണ്ട് അത്യാവശ്യം, പച്ചമുളകും ഒക്കെ ചേർത്തിട്ടുള്ളതാണ്. ഇനി നമ്മളിതിലേക്ക് കുറച്ച് വിനീഗർ ഒഴിച്ച് കൊടുക്കാം. ഒരു സ്പൂണ് വിനീഗർ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. നമ്മൾ ചപ്പാത്തിയുടെ കൂടെ ഈ സാലഡ് കൂട്ടിയിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. വേറെ ഒന്നും വേണ്ട കേട്ടോ. ചപ്പാത്തി അത് തന്നെ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അങ്ങനെ എല്ലാവരും ഒന്ന് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും. ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.